അങ്ങനെ പംടിക്കോട്ട് ശിവ സ്റ്റാച്ചു കണ്ടു, ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് മഹേന്ദ്ര കേവ്. പൊക്ര സിറ്റിയിൽ ഏകദേശം 5 കേവ്സ് ഉണ്ട്. അതിൽ ഒരു ഈസി ആയിട്ട് എല്ലാ ടൂറിസ്റ്റും എത്താൻ പറ്റുന്നൊരു കേവാണ് ഈ മഹേന്ദ്ര കേവ്. അങ്ങനെ നമ്മൾ എത്തിയ സമയത്ത് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു എൻട്രി ഗേറ്റിൽ. ഇവിടെ വരുന്നവരൊക്കെ തദ്ദേശീയരുണ്ട്, വിദേശീയരുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഈ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് നേപ്പാളികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഏതായാലും എൻ്റെ കയ്യിൽ ഇന്ത്യൻ കറൻസി ഉണ്ടായിരുന്നു. ഞാൻ ഇന്ത്യൻ കറൻസി കൊടുത്തു. അപ്പോൾ എനിക്ക് ഇന്ത്യൻ കറൻസി തന്നെ തിരിച്ച് കിട്ടി. അങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തു. നേരെ ഉള്ളിലേക്ക്. ചെറിയ കുറച്ച് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ കേവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് മഹേന്ദ്ര കേവ്. ഇത് ഒരു പഴയ ഒരു കേവാണ്. പക്ഷേ ഇത് ഡിസ്കവേർഡ് ചെയ്തത്, കണ്ടുപിടിച്ചത് 1950കളിൽ ഇവിടെ കണ്ട് പുല്ല് പറിക്കാൻ പോയ ആൾക്കാരാണ് ഈ കേവ് കണ്ടുപിടിച്ചത്. അന്നേരം ഇവിടെ ഈ നേപ്പാൾ ഭരിച്ച രാജാവിൻ്റെ പേര് മഹേന്ദ്ര എന്നായിരുന്നു. പുള്ളിക്കാരൻ പാഞ്ഞു വന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഇത് ജസ്റ്റ് ഒന്ന് നവീകരിച്ച് ഇനാഗുറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് ആ രാജാവിൻ്റെ പേരിലാണ് ഈ കേവ് അറിയപ്പെടുന്നത്. രാജാവിൻ്റെ പേര് മഹേന്ദ്ര എന്നായിരുന്നു. മഹേന്ദ്ര രാജാവാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് മഹേന്ദ്ര കേവ് എന്ന് പറയുന്നത്. അത്ര വലിയ പ്രത്യേകതയുള്ളൊരു കേവൊന്നുമല്ല. ഏകദേശം 200 മീറ്ററോളം നീളമുണ്ട്. അതൊരു 100 മീറ്ററോളം നമുക്ക് ഈസിലി അക്സസിബിൾ ആണ്. നമുക്ക് ഉള്ളിൽ കയറി പോകാം. ബാക്കി സ്ഥലത്തേക്ക് അവർ കയറ്റി വിടില്ല. കാരണം വെച്ചാൽ വഴി കയറി പോകാനുള്ള സ്ഥലം അത്ര പ്രോപ്പറല്ല. പിന്നെ വെട്ടത്തിന് വേണ്ടി എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ലൈറ്റ് ഇട്ട സ്ഥലങ്ങൾ വരെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഈ ഒരു കേവ് കാണാൻ വേണ്ടി ഇവിടെ എല്ലാവരും വരാൻ കാരണം വെച്ചാൽ ഈ കേവിന് ചെറിയ പ്രത്യേകത ഉണ്ട്. അതെന്നു വെച്ചാൽ ഈ കേവ് മൊത്തം ഉള്ളത് ലൈം സ്റ്റോണിലാണ്. നമ്മൾ ഈ മോളുവശം, കേവിൻ്റെ മോളുവശം കാണുമ്പം നമുക്കിങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തുറ്റിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. മൊത്തം ലൈം സ്റ്റോണാണ് ഈ കേവ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു കേവാണ്, പഴയൊരു കേവാണ്. പക്ഷേ ഇതിൻ്റെ മോളുവശവും മൊത്തം കല്ലുകളും എല്ലാം ലൈം സ്റ്റോണാണ്. നല്ല രസമുണ്ട് അത് ഈ വെട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു കാഴ്ചയാണ്. ഈ മഹേന്ദ്ര കേവിനോട് ചേർന്ന് തന്നെ വേറെ 2 കേവും കൂടെ ഉണ്ട്. ഒരു ബാറ്റ് കേവ്, പിന്നെ ഒരു കുമാരി കേവ്. അതും ഈ നേപ്പാളിലെ ഫേമസ് ആയിട്ടുള്ള 2 കേവാണ്. പക്ഷേ അത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചും കൂടി ദൂരം പോകണം. അതും കാണാനൊന്നുമില്ല പ്രത്യേകിച്ച്. ബാറ്റ് കേവിൽ കുറേ ബാറ്റുണ്ട് എന്നല്ലാതെ അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഈ കേവിൻ്റെ മുന്നിൽ നല്ലൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കേവിലെ കാഴ്ചയെല്ലാം കണ്ട് നേരെ പുറത്തെത്തി. ഇത് ഈ കേവ് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നല്ല രസമുള്ള സ്ഥലമാണ്. കാരണം വെച്ചാൽ ചെറിയൊരു ടൗണാണ്, ഒരു ചെറിയൊരു ടൗൺ. ആ ടൗണിൻ്റെ 4 സൈഡിലും മൊത്തം ഹിമാലയമാണ്. ഇതൊരു താഴ്വരയിലാണ് ഈ ഒരു ടൗൺ ഉള്ളത്. ഏതായാലും ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടു. ഇനി ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി. ഇനി നമ്മൾ പോകുന്നത് ഈ നേപ്പാളിലെ പോഖ്രയിലെ ഏറ്റവും പഴയ ഒരു അമ്പലത്തിലേക്കാണ്. ബിന്ദ്യ ബസിനി ടെമ്പിൾ. അത് പോഖ്രയിലെ ഒരു പഴയൊരു അമ്പലമാണ്. ഏകദേശം 1760 ഉണ്ടാക്കിയൊരു അമ്പലമാണ് കേട്ടോ ഈ ബിന്ദ്യ ബസിനി ടെമ്പിൾ. ഇനി നമ്മുടെ പോക്ക് അങ്ങോട്ടാണ്. ഈ ബിന്ദ്യ ബസിനി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളത് ചെറിയൊരു കുന്നിന് മുകളിലാണ്. അതുകൊണ്ട് അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറി വേണം പോകാൻ. ഇത് ബിന്ദ്യ ബസിനി ടെമ്പിൾ, 1760 പഴയൊരു അമ്പലം. ഇവിടെ ഉള്ളത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ബിന്ദ്യ ബസിനി, അതായത് ഒരു ഭഗവതിയാണ്. കാളി ദേവിയുടെ ഒരു അവതാരമായിട്ടുള്ളൊരു ഭഗവതിയാണ് ഈ ബിന്ദ്യ ബസിനി. ഇവിടെ ഈ ബിന്ദ്യ ബസിനി ടെമ്പിൾ ഇതിനോട് ചേർന്ന് തന്നെ സരസ്വതി ടെമ്പിളും ശിവ ടെമ്പിളും ഹനുമാൻ ടെമ്പിളും ഗണേശ ടെമ്പിളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടെമ്പിൾ അറിയപ്പെടുന്നത് ബിന്ദ്യ ബസിനി ടെമ്പിൾ എന്നാണ്. ഈ പൊക്ര സിറ്റിയിൽ കാണാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ബിന്ദ്യ ബസിനി ടെമ്പിൾ. കാരണം ഇത് ചെറിയൊരു കുന്നിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, കല്യാണമൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നൊരു സ്ഥലമാണ്. വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ബിന്ദ്യ ബസിനി ടെമ്പിൾ. ഇവിടെ ഈ അമ്പലത്തിൽ ഏകദേശം ഞാനൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ആ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 5-6 വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഷൂട്ട് ഔട്ട് ഞാൻ കണ്ടു. ഇവിടെ തന്നെ കല്യാണം ഉള്ളതാണ്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫി എടുക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും മനോഹര സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പൊക്ര ടൗൺ മൊത്തം കാണാൻ പറ്റും. പൊക്ര ടൗൺ, അതിനപ്പുറത്ത് അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ച്. നല്ല ഉയരത്തിലാണ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗൺ മൊത്തം കാണാൻ പറ്റും. ടൗൺ താഴെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതിൽ നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയമാണ് കേട്ടോ.
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയം താഴ്വാരങ്ങളും മലകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഏതായാലും പൊക്ര സിറ്റിയിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കേട്ടോ ഈ വിന്ധ്യാവാസിനി ടെമ്പിൾ. കാരണം നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ വിന്ധ്യാവാസിനി ടെമ്പിൾ. ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി ബസ് കയറി ഇനി നമ്മൾ പോകുന്നത് പൊക്രയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം പെഹാ ലേക്കിലേക്ക്.